ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഈ വിഷയം നിപ്പ പടരാതിരിക്കാനുള്ള സർക്കാർ ചെയ്യുന്ന പോസിറ്റീവ് കാര്യങ്ങൾക്കൊപ്പമാണ് ഞങ്ങൾ നിൽക്കുക. തെറ്റായ നിലപാട് സ്വീകരിക്കുന്നത് ഞങ്ങൾ ചൂണ്ടിക്കാട്ടുമെങ്കിലും അത് ആരോഗ്യവകുപ്പ് മുന്നോട്ട് വെക്കുന്ന കർശന നിർദ്ദേശങ്ങൾ പാലിച്ചു പോകണമെന്നുള്ള നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിപ്പയാണ് തുരത്തേണ്ടത്, അല്ലാതെ ശ്രീ കെ മുരളീധരനെ അല്ല. അങ്ങനെയുള്ളൊരു നിലയിലേക്കല്ല ഈ ചർച്ച പോകേണ്ടത്. നിപ്പയെ തുരത്തണം, നിപ്പ പടരാതിരിക്കണം. അതിന് സർക്കാർ പോസിറ്റീവായ നിലപാട് സ്വീകരിക്കണം. ആ പോസിറ്റീവായി എടുക്കുന്ന നിലപാടിനെ ഞങ്ങൾ പിന്തുണക്കും. ഞങ്ങളുടെ പാർട്ടി സ്റ്റേറ്റ് സെക്രട്ടേറിയറ്റിൻ്റെ പ്രസ്താവനയും നിങ്ങൾ വായിച്ചു കാണും. പ്രതിപക്ഷ നേതാവ് അത് ആവർത്തിച്ചിട്ടുണ്ട്, ഞാനും പറയുന്നു. ഇവിടെ അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില വിഷയങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നു. ആ വിഷയങ്ങൾ ഇപ്പോഴും പ്രസക്തമാണ്. ആ വിഷയങ്ങൾ, ആ നിലപാടിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുകയാണ്. ശ്രീ മുഹമ്മദ് റിയാസ്, ഇത് നിങ്ങൾ പൂർണ്ണമായ പിന്തുണ നൽകുമെന്ന് പറയുമ്പോഴും ഇന്ന് പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച ആരോപണങ്ങൾ ഗൗരവ രാഷ്ട്രീയ സ്വഭാവമുള്ളതാണ്. ഉദാഹരണത്തിന് ഉദ്യോഗസ്ഥരുടെ മേൽ കാര്യങ്ങൾ ഉദ്യോഗസ്ഥരുടെ തലയിൽ കെട്ടിവെക്കുന്നു എന്നൊരു പരാമർശം ഉണ്ടായിട്ടുണ്ട്. ആരോഗ്യമന്ത്രിയും വകുപ്പും ജില്ലാ ഭരണ സംവിധാനവും തമ്മിലൊരു ഏകോപനമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ നിപ്പ കൺട്രോൾ റൂം ജനപ്രതിനിധികളെ അകറ്റി നിർത്തുന്നു എന്ന ആരോപണമുണ്ട്. DHSനെ മാറ്റിയത് ശരിയായില്ല, അത് ആ സർക്കാർ സംവിധാനങ്ങൾക്ക് യോജിച്ച രീതിയിലല്ല ആ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്ന നടപടി ഉണ്ടായിരിക്കുന്നതെന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ സ്വഭാവമുള്ള ആരോപണങ്ങളല്ലേ? ആ ആരോപണങ്ങളിലൊക്കെ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ ആരോപണങ്ങളിലൊക്കെ തന്നെ ഞങ്ങൾ രാഷ്ട്രീയമായി ആരോപണങ്ങളിലൊക്കെ ഉറച്ചു നിൽക്കുന്നതോടൊപ്പം തന്നെ നിപ്പ പ്രതിരോധ പ്രവർത്തനത്തിന് സർക്കാർ ആരോഗ്യ വകുപ്പ് മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളുമായി പൂർണ്ണമായി ഞങ്ങൾ സഹകരിച്ചു പോവും. ഒരു സംശയമില്ല. പിന്നെ ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വിളിച്ചു പറഞ്ഞുകൊണ്ട് ഒരു വിഷയത്തിലേക്ക് പോകുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഞങ്ങൾക്ക് ഇതിനപ്പുറത്തും പല അഭിപ്രായങ്ങൾ ഈ വിഷയത്തിലുണ്ട്. എല്ലാം വിളിച്ചു പോകുന്ന നിലപാടല്ല ഞങ്ങൾ സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഇന്നലെ തന്നെ നിങ്ങൾ നോക്കിയാൽ അറിയാം, അതിന് മറുപടി കൃത്യമായി തന്നില്ല. മിനിഞ്ഞാന്ന് കൺട്രോൾ റൂമിൽ പോയപ്പോൾ ഞാൻ മുൻകാലങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഒന്ന് മുകളിൽ ചോദിച്ചിട്ട് പറയാം, എന്നിട്ട് നാളെ നമുക്ക് തീരുമാനിക്കുക എന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ ഞാൻ പോയത്. അങ്ങനെ പോയപ്പോഴും ഉത്തരമില്ലാതെ വന്നപ്പോഴാണ് അത് ഒരു അപമാനിക്കലിന് തുല്യമാണ്. ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു ജനപ്രതിനിധിയെ അപമാനിക്കുകയാണ്. ഞാൻ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ മണ്ഡലത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനൊരു മറുപടി വേണം. മറുപടി വരുന്നവരെ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞാൽ അവിടെ ഇരുന്നത്. മറുപടി കിട്ടി. മറുപടി ഞാൻ ഉദ്ദേശിച്ചതല്ല മറുപടി, പക്ഷേ ഇരിപ്പ് അവിടെ അവസാനിപ്പിച്ചു. കാരണം ആ ഘട്ടത്തിൽ പിന്നെ ഇരുന്ന് കഴിഞ്ഞാൽ ആളുകൾ പല ഭാഗത്തും വരും. അവിടെ അതല്ല അപ്പോൾ വേണ്ടത് എന്നുള്ളത് തന്നെയാണ് നിലപാട്. ആ നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ ഇതിനകത്ത് ഞങ്ങൾക്ക് കൃത്യമായ നിലപാടുണ്ട്. അഭിപ്രായ വ്യത്യാസങ്ങൾ ചൂണ്ടിക്കാട്ടും, തെറ്റായ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടും. എന്നാൽ ജനങ്ങളുടെ ജീവിതത്തെ വലിയ പ്രയാസത്തിലേക്ക് തള്ളിവിടുന്ന നിപ്പ പോലുള്ള വിഷയത്തിൽ സർക്കാർ എടുക്കുന്ന പ്രതിരോധ പ്രവർത്തനങ്ങളുമായി പൂർണ്ണമായി സഹകരിച്ചിട്ടുണ്ട്, ഇനിയും സഹകരിക്കും. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഇതിനെ ആകെ മോശമാക്കാനുള്ള ഒരു നിലപാട് ഞങ്ങൾ സ്വീകരിച്ചിട്ടില്ല, സ്വീകരിക്കാൻ ഉദ്ദേശിക്കുന്നുമില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.